പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതും കൂടി ഒന്ന് നോക്കിയിട്ടാവാം ഡിസൈൻ ചെയ്യൽ നമുക്ക് തുടങ്ങണത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ള പേപ്പർ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു പേപ്പർ തികയണില്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്ത് ജോയിൻ ചെയ്യാം. പിന്നെ കുറച്ച് സ്റ്റെമ്മുകൾ ആദ്യം നമ്മൾ വരച്ചെടുക്കുകയാണ്. മെയിനായിട്ടുള്ള സ്റ്റെമ്മ് വരച്ചതിന് ശേഷം കുറച്ച് ബ്രാഞ്ചസ് സൈഡിലോട്ടൊക്കെ വരച്ചെടുക്കുക. പിന്നെ ഫ്ലവേഴ്സും ലീഫും വരയ്ക്കുകയാണ്. ഫ്ലവേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്താൽ മതി. ലീഫ് ആകുമ്പോൾ ഈ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് വളരെ അടുത്തടുത്തായിട്ടാണ് കേട്ടോ. പിന്നെ ലീഫിൻ്റെ ആകൃതി എന്ന് പറയുന്നത് കുറച്ച് നീളത്തിലുള്ള ലീഫാണ് ഇതിൽ വരുന്നത്. ഈ ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡിസൈനിന് തിക്ക് വേണം എന്നനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ആക്കി വരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വലിയ ഡിസൈൻ വേണം, കുറച്ച് തിക്കായിട്ടിരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ സൈഡിലോട്ടൊക്കെ ഇനി നമുക്ക് ബ്രാഞ്ചസ് വരച്ചെടുക്കാം. ഞാനിവിടെ കുറച്ചേ വരച്ചിട്ടുള്ളൂ. പിന്നെ ലീഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണം ഒരു സൈഡിലേക്ക് അടുത്ത സൈഡിലേക്ക് ആയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ. പിന്നെ ഈ ഫ്ലവർ കഴിഞ്ഞിട്ട് ഓരോ ലീഫും കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവറിൻ്റെയും അറ്റത്തായിട്ട് ഇങ്ങനെ ഓരോ ലീഫും കൂടി വരച്ചെടുത്തിട്ടുണ്ട് ഡിസൈനിൽ. ഇനി നമുക്ക് അത് നമ്മുടെ ക്ലോത്തിലേക്ക് വരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നെക്കാണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് തയ്ച്ചതിന് ശേഷമാണ് ഈ ഡിസൈൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അവിടെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് കളർ ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ നമുക്ക് കളറൊന്നും പോവാത്ത ത്രെഡ് തന്നെ കിട്ടും ആങ്കറിൻ്റെ ത്രെഡ് എടുക്കുമ്പോൾ. പിന്നെ വരയ്ക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ക്ലോത്തിൻ്റെ താഴെയായിട്ട് ഒരു കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ കറക്റ്റായിട്ട് നല്ല തെളിച്ചത്തിൽ വരച്ചെടുക്കുമ്പോൾ തുണിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചട്ടയോ ബുക്കോ എന്തെങ്കിലും വെക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. കോറസ് പേപ്പർ വെച്ചിട്ടാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. കോറസ് പേപ്പറിൻ്റെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഭാഗം താഴേക്ക് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ വരച്ച ഡിസൈൻ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെ ഉള്ള ഡ്രസ്സിലാണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയറായി കാണാനായിട്ട് കോറസ് പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ ബ്ലൂ കളർ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് യെല്ലോ ഷെയ്ഡുള്ള പേപ്പറാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ലോണം തെളിച്ചത്തിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് ബ്ലൂ കളറിലുള്ള പേപ്പർ എടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ ഈ ഡിസൈൻ വരച്ചതിന് ശേഷം ഒന്ന് പെൻ വെച്ചിട്ട് ഒന്ന് ഡ്രസ്സിലൊന്നും ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഫ്ലവർ ചെയ്യാം. ഫ്ലവറിൻ്റെ ഒരു പെറ്റലിൻ്റെ ഇവിടെ താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ നീഡിൽ എടുക്കുകയാണ്. 6 സ്ട്രാൻഡ്സിലാണ് നമ്മൾ ത്രെഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ നീഡിൽ കുത്തി വയ്ക്കുക. കുറച്ച് പീസ് തുണി മാത്രമാണ് ഇവിടെ കുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നീഡിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം. നീഡിൽ വലിച്ചെടുക്കരുത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ 15 പ്രാവശ്യമാണ് ഇങ്ങനെ ത്രെഡ് ചുറ്റിയെടുക്കുന്നത് നീഡിലിൽ. ബുള്ളൻ നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പെറ്റൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് 15 തവണ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇതുപോലെ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കരുത്, എന്നാൽ ഒരുപാട് ലൂസും ആക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ ചുറ്റിയെടുത്ത് അതിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൈകൊണ്ട് പിടിച്ചിട്ട് പതുക്കെ വേണം നീഡിൽ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും ത്രെഡ്. അപ്പോൾ വളരെ പതുക്കെ വേണം ഇതുപോലെ വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പെറ്റൽ കിട്ടും. ഇനി താഴെ ഭാഗത്തേക്ക് ഇവിടെയായിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ്. നെക്സ്റ്റ് എടുക്കണം പെറ്റൽ ഇതിനോട് ചേർന്ന് തന്നെ മുകൾ ഭാഗത്തേക്ക് എടുക്കണം. ഇവിടെ 3 പെറ്റലാണ് നമ്മളൊരു ഫ്ലവറിന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അടുത്തത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇനി നമ്മൾ കുറച്ച് പീസ് തുണി മാത്രം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. നേരത്തെ എടുത്തതിൻ്റെ അടുത്തേക്കായിട്ട് ഇതുപോലെ വെക്കുക. നീഡിൽ വലിച്ചെടുക്കരുത്. ഇതുപോലെ കൈകൊണ്ട് പിടിച്ച ശേഷം 15 പ്രാവശ്യം തന്നെ ചുറ്റിയെടുക്കുക. ഇതേ രീതിയിൽ നമുക്ക് 3 പെറ്റലും ചെയ്തെടുക്കണം.
വെട്ടിലും കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ പുറകുവശത്തായിട്ട് നോട്ടിട്ട് കൊടുക്കണം. നോട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2-3 പ്രാവശ്യം വീതം ബാക്കിലായിട്ട് നോട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ആ ത്രെഡിൻ്റെ മുകളിൽ കൂടെ ഒന്ന് താഴെ ഭാഗത്ത് കൂടെ ഒന്ന് എടുത്തതിന് ശേഷം നോട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഒന്ന് നോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് സ്റ്റെമ്മാണ്. സ്റ്റെം ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് എടുത്തിട്ട് ഇത്രയും സ്പേസിൽ താഴോട്ട് ഇറക്കുക. ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. ത്രെഡ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിന് മിഡിലായിട്ട് വീണ്ടും മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ നീഡിലെടുക്കുകയാണ്. ഈ ത്രെഡ് നമ്മൾ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സ്പേസ് ഇട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കാതെ തന്നെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതിനെ മിഡിലായിട്ട് മുകൾ ഭാഗത്തേക്ക് എടുക്കുകയാണ്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ സ്റ്റെം കംപ്ലീറ്റ് ചെയ്യണത്. ഇനി ഞാനിവിടെ ലീഫ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ലീഫ് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ലീഫിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ താഴോട്ട് ഇറക്കി കൊടുക്കണം. നീളത്തിലുള്ള ലീഫുകളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴെയായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അങ്ങനെ 2 സൈഡിലേക്കും ഒരു 2 തവണ വീതം ചെയ്താൽ മതി. അത്യാവശ്യം നമുക്കൊരു വലുപ്പത്തിലുള്ള ലീഫ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്കും മാറി മാറി ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാ ലീഫും ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപോലുള്ള ലീഫ് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസൈനും കാണാനും ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ 2 തവണ വീതം നമ്മൾ മെയിൻ സ്റ്റിച്ച് നടുവിൽ കൊടുത്തിട്ടില്ലേ അതിൻ്റെ സൈഡിലേക്കായിട്ട് ചെയ്തെടുക്കുക. ഡിസൈൻ കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡിസൈനാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം, അധികം സമയമൊന്നും എടുക്കില്ല. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക്